നമുക്ക് ഡേറ്റ് ചെയ്യാന്ന് അവള് പറഞ്ഞപ്പോ ചെക്കൻ ശരിക്കും സ്റ്റണ്ണായി പോയി. ഞാൻ എന്റെ ലൈഫിൽ ഒരു മനുഷ്യനാവാതിരിക്കാൻ വേണ്ടിയാ ഡേറ്റിംഗ് ഒന്നും വേണ്ടെന്ന് വെച്ചത്. പക്ഷെ സിറ്റുവേഷൻ തന്നെ ഒരു ഹ്യൂമൻ ആക്കിയല്ലോ. സോ ഞാൻ എന്തിനാ എന്റെ ആഗ്രഹങ്ങളൊക്കെ വേണ്ടെന്ന് വെക്കണം? നിന്നെയാണെങ്കിൽ കാണാനും കൊള്ളാം. മാത്രല്ല ഞാൻ വിചാരിച്ചാൽ മാത്രമേ നിനക്ക് നിന്റെ പഴയ ലൈഫിലേക്ക് മടങ്ങി പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നീ എന്തായാലും സമ്മതിക്കണം. അപ്പൊ നിനക്ക് എന്നെ ഇഷ്ടമാണോ എന്ന് ചോദിച്ചാ അല്ല, ഇതിന്റെ ഹോബി പോലെ കണക്കാക്കിയാൽ മതി. നെക്സ്റ്റ് ഡേ ഡേറ്റിംഗ് എല്ലാം സ്റ്റാർട്ട് ആയതറിയാതെ ചെക്കനാണെങ്കിൽ നല്ല ഉറക്കാണ്. കണ്ണു തുറന്ന് ഇവളെ കണ്ട സത്യം പറഞ്ഞ് പേടിച്ചുപോയി. യോൻഹോ എത്ര നേരമായി അവനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇവന് കുറച്ച് നോർമൽ ആയിക്കൂടെ എന്നാണ് അവൻ ചിന്തിക്കുന്നത്. ഇപ്പോഴൊക്കെ അവള് കൂടെ ഇരിക്കുമ്പോ ഇവന് എന്തോ ടെൻഷൻ പോലെയാണ്. എപ്പോ എന്ത് ചെയ്യണം എന്നൊക്കെ ഒരു ഓർഡർ പോലെ. ഫുഡെല്ലാം വാരി കൊടുക്കണം, അവള് തന്ന അത് അക്സെപ്റ്റ് ചെയ്യണം. ദേ നോക്ക്, നീ വാരി കഴിച്ചപ്പോഴും ഞാൻ നിനക്ക് തന്നപ്പോഴും ടേസ്റ്റിന് വ്യത്യാസമൊന്നും നിനക്ക് തോന്നിയിട്ടില്ലല്ലോ. അതാ ഞാൻ പറഞ്ഞേ, ഈ ഡേറ്റിംഗിലൊന്നും ഒരു കാര്യമില്ല. എന്നാ എന്റെ കൈ ഹോൾഡ് ആക്കണം, ഒരേ നിർബന്ധം. അങ്ങനെ ഇവര് സംസാരിച്ചപ്പോ ചിലപ്പോഴൊക്കെ അവൻ എന്തൊക്കെയോ ഫീലിങ്സ് ഒക്കെ ഇവളോട് തോന്നുന്നുണ്ട്. 1 സെക്കൻഡ് ഡൈവേർട്ട് ആയ പോലെ. പക്ഷെ പെട്ടെന്ന് തന്നെ അവൻ വിഷയത്തിലേക്ക് വരും. നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് നിന്റെ സ്കോർ ഒന്നും കൂടുന്നില്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു വഴി നോക്കിയല്ലേ പറ്റുള്ളൂ. അങ്ങനെയാണ് ഇന്നലെ കണ്ട ആളെ പോയി കാണാൻ തീരുമാനിക്കുന്നത്. എന്നാൽ അവിടെ ചെല്ലുമ്പോഴാണ് അറിയപ്പെടുന്നത് ഡോങ് ഇന്നലെ രാത്രി തന്നെ മരിച്ചുപോയി. അത് അവർ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. സോ നേരെ ഫ്യൂണറൽ ഹാളിൽ പോയി ഡോങ്ങിന്റെ ഫാമിലിയെ മീറ്റ് ചെയ്ത് സംസാരിക്കുകയാണ്. യോൻഹോ ആണെങ്കിൽ മരണം നടന്ന വീടാണ്, അതൊന്നും നോക്കാതെ ഒരു ഇമോഷൻ ഇല്ലാതെ ഭയങ്കര റൂഡായിട്ടാണ് സംസാരിക്കുക. സിയോൾക്കാണ് ഓക്കോട് ഫീലൊക്കെ. ഇവളത് എന്തായാലും കൊളാക്കും. വാർണിംഗ് സൈൻ എല്ലാം കൊടുത്തത് മനസ്സിലാക്കിയോന്ന് അറിയില്ല. പക്ഷെ ഡോങ്ങിന്റെ ഫാമിലി ഫിനാൻഷ്യലി അത്ര സെറ്റപ്പിലൊന്നും അല്ല ആയേനെ. കാരണം ആളൊരു സയന്റിസ്റ്റ് ആയിരുന്നു. ഈ കഷണ്ടി ഒക്കെ ഉണ്ടായിരുന്നല്ലോ, ഹെയർ റീഗ്രോത്ത് ചെയ്യാൻ പറ്റുന്ന അതുപോലത്തെ ഒരു ജനറിക് മെഡിസിൻ അയാൾ കണ്ടുപിടിച്ച് അതിന് പേറ്റന്റും എടുത്തു. പക്ഷെ വളരെ ചീപ്പ് റേറ്റിനുള്ള ഒരു തുകയ്ക്ക് വേണ്ടി അയാൾ ആ പേറ്റന്റ് മറിച്ചു വിറ്റു. അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ഇന്ന് അവരുടെ ഫാമിലിക്ക് ഈ വേൾഡിലെ നല്ലൊരു സിറ്റി വരെ വിലക്ക് വാങ്ങായിരുന്നു. അത്രയും മതിപ്പുണ്ടായിരുന്നു. ആ ഒരു മണ്ടത്തരം കാരണം മോനും മോന്റെ വൈഫും എല്ലാവരും അദ്ദേഹത്തെ കുറ്റപ്പെടുത്തി. ഈ സ്റ്റോറി എല്ലാം യൂനോ അറിയുമ്പോ അവർക്ക് മനസ്സിൽ എന്തോ ഒരു കാര്യം സ്ട്രൈക്ക് ആവുന്നുണ്ട്. എന്താണെന്നറിയില്ല. ഇപ്പൊ ഇവർക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് നല്ലൊരു കോഫിൻ ബോക്സ് വാങ്ങിയ ആളെ യാത്ര അയക്കാനുള്ള പൈസ പോലും ഇല്ല. സോ സിയോളിനോട് ഇവള് സംസാരിക്കുകയാണ്. നിന്റെ ഉള്ളത് എത്ര പൈസയാണെങ്കിലും അത് അത്രയും അവർക്ക് കൊടുത്തേക്കോ, ഒന്നും നോക്കണ്ട. അവനും ഡൗട്ടായിട്ട് മൊത്തം കൊടുത്താ നമ്മൾ എന്ത് ചെയ്യും? നമുക്കും പൈസക്ക് അത്യാവശ്യമില്ലേ? അവൾക്ക് അതൊന്നും തന്നെ അറിയണ്ട. എടുത്ത തീരുമാനത്തിന് ഒരു മാറ്റവും ഇല്ല. സിയോൾ അതിനു വേണ്ടി പോകുമ്പോ അവിടേക്ക് പെട്ടെന്ന് ജിയോം പ്രത്യക്ഷപ്പെടും. നിന്റെ സ്കോർ ഇൻക്രീസ് ആയിട്ടുണ്ട്. അവള് ഒട്ടും പ്രതീക്ഷിച്ചില്ല അങ്ങനെ ഒരു കാര്യം. ഇത്ര പെട്ടെന്ന് സ്പിരിച്വൽ പവേഴ്സിന്റെ സ്കോർ ഇൻക്രീസ് ആയെങ്കിൽ എന്തായിരിക്കും അതിന് പിന്നിലുള്ള കാരണം? അവൾ കുറെ ആലോചിച്ച് നോക്കുന്നുണ്ട്. അതെ, ഇനി തിരിച്ച് നയൻടൈൽഡ് ഫോക്സ് ആവണമെങ്കിൽ ഈ ഒരു വഴി മാത്രമേ ഉള്ളൂ. എല്ലാവരും വിളിച്ചുകൊണ്ട് പോകുന്നത് വലിയൊരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനി ഉണ്ട്. അതിന്റെ ചെയർമാനെ കാണാൻ വേണ്ടിയിട്ടാണ്. അസിസ്റ്റന്റിനോട് ചെയർമാൻ എവിടെയെന്ന് ചോദിച്ചാൽ അവനാണെങ്കിൽ ഇവരോട് പറയാൻ നടക്കണോ? പറയിപ്പിക്കാനല്ലേ ജിയോം ഉള്ളത്. പവർ വർക്ക് ആക്കിപ്പിച്ചു. അവൻ തത്ത പറയും പോലെ എല്ലാ ഇൻഫോർമേഷനും പറഞ്ഞു. ആദ്യം യുൻഹോനെ കണ്ടപ്പോൾ ആൾക്ക് മനസ്സിലായൊന്നുമില്ല. കാരണം 30 വർഷങ്ങൾക്ക് മുമ്പാണ് ആ ഒരു ഇൻസിഡന്റ് നടന്നത്. എന്താന്ന് വെച്ചാൽ ഇയാളാണെങ്കിൽ ഇവളുടെ ക്ലയന്റ് ആയിരുന്നു. ഡങ് കണ്ടുപിടിച്ച ഒരു ജനറിക് മെഡിസിൻ, അതിന്റെ പേറ്റന്റ് അവകാശം ഇയാൾക്ക് വാങ്ങണം. അത് നിസ്സാര പൈസക്ക് വാങ്ങണം. കാരണം ആ ഒരു മെഡിസിന് ഫ്യൂച്ചറിൽ വലിയൊരു വാല്യൂ ഉണ്ടെന്ന് ഇയാൾക്ക് നേരത്തെ തന്നെ അറിയായിരുന്നു. യുൻഹോയുടെ അടുത്ത് അധിക കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അവളാണെങ്കിൽ അത് അറിയാനും ശ്രമിച്ചില്ല. ഡോങ് അവൻ കണ്ടുപിടിച്ച മെഡിസിൻ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ സംസാരിക്കാനായിട്ട് വരുന്ന വഴി യുൻഹോ പവർ യൂസ് ചെയ്തു. മൈൻഡ് അപ്പാടെ തന്നെ മാറ്റിക്കളഞ്ഞു. ഈ ചെയർമാൻ എത്ര പൈസ തരുന്നോ ആ പൈസ വാങ്ങി നീ അത് വിറ്റേക്ക്. ചോദിച്ച പൈസ കിട്ടി. അതിൽ കൂടുതലൊന്നും അവൾക്കൊന്നും വേണ്ടായിരുന്നു. ഇപ്പൊ എന്താ വന്നേ, എന്താ വേണ്ടെന്ന് ചോദിച്ചാ നിങ്ങളുടെ കമ്പനിയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ഉണ്ടല്ലോ, അത് ആ ഡോങ്ങിന്റെ മോന്റെ പേരിൽ രജിസ്റ്റർ ചെയ്തേക്ക്. കോടിക്കണക്കിന് രൂപ വരെ ആ ഒരു ബിൽഡിങ്ങിന്. അയാൾ അതിന് സമ്മതിക്കോ? നിനക്കന്ന് ചോദിച്ച പൈസ തന്നതല്ലേ, പിന്നെ എന്തിനത് പിന്നെ വന്ന് ശല്യപ്പെടുത്തുന്നേ? ആക്ച്വലി ഇയാൾ ഇപ്പൊ അനുഭവിക്കേണ്ട സ്വത്ത്, പണം, പദവി, അംഗീകാരം എല്ലാം തന്നെ ഡോങ്ങിന് കിട്ടേണ്ടതായിരുന്നു. അതിലൊരു വിഹിതം മാത്രമാണ് ഡോങ്ങിന് കൊടുക്കാൻ ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്. അയാൾക്ക് അതിനും വയ്യ. സോ മെറിറ്റിലാണ്, അതും ജിയോമിന്റെ പവർ യൂസ് ചെയ്ത്. നിനക്കറിയാലോ ഞാൻ ആരാണെന്ന്. ഒരു നിമിഷം മതി എനിക്ക് നിന്റെ പഴയ അവസ്ഥയിലേക്ക് നിന്നെ മാറ്റാൻ. അത് നീ മനസ്സിലോർത്തോ? സോ ഇപ്പോഴാണ് സിയോളിന് മനസ്സിലാവുന്നത് ഇവള് പാസ്റ്റിൽ വരുത്തിയ തെറ്റുകളൊക്കെ തിരുത്തണം. അതിൽ നിന്ന് മാത്രമേ സ്പിരിച്വൽ എനർജി തിരികെ വരാൻ ചാൻസ് ഉള്ളൂ. ഇവളിപ്പോ ഒരു സാധാരണ ഹ്യൂമൻ ആണെന്ന് അവളുടെ പഴയ ക്ലയന്റ് ഒന്നും അറിയാതിരിക്കണം. എന്നാലേ അവരനുസരിക്കൂ. എന്തായാലും ബിൽഡിംഗ് ചോദിച്ചു. ആ കൂട്ടത്തിൽ കുറച്ച് പൈസയും കൂടെ ചോദിക്കാറുന്നില്ലെന്ന് ജിയോമും. സിയോള് സമ്മതിക്കില്ല. അതൊന്നും വേണ്ട, ഞാനൊരു ഫുട്ബോൾ പ്ലെയർ ആണെന്നല്ലേ നീ പറയാറുള്ളത്. അപ്പൊ എനിക്കറിയാം എങ്ങനെ പണം സമ്പാദിക്കണ്ടേന്നാ. നീ കണ്ടോ? കെട്ടിയത് ഗ്രൗണ്ട്. ഇവിടെ അവന്റെ ടീം ആണെങ്കിൽ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോഴേക്കും 3-0 എന്ന സ്കോറിലാണ്. തോൽവി ഏകദേശം ഉറപ്പിച്ച മട്ടാണ്. മാത്രമല്ല പിള്ളേർക്കൊക്കെ അറിയാം ഇവര് ഫൈറ്റ് ചെയ്യേണ്ടത് ഒരു സെക്കൻഡ് ഡിവിഷൻ പ്ലേയേഴ്സ് ഒക്കെ ആയിട്ടാണ്.
അവരൊക്കെ വലിയ ഫേമസും ആണ്. സോ ഓട്ടോഗ്രാഫ് എല്ലാം വാങ്ങിച്ച് ബ്രേക്ക് ടൈമിൽ ഇവര് കോച്ചിനെ ചെന്ന് കാണും. ആളുടെ അവസ്ഥ നോക്കണം. ഈ മാച്ച് വാശിയോടെ ജയിക്കേണ്ട പിള്ളേരാ ഓട്ടോഗ്രാഫും വാങ്ങി വന്നിരിക്കുന്നു. അവരോട് ഒന്നേ പറയാനുള്ളൂ, ശരി നിങ്ങളെ കൊണ്ട് ഇനി ഗോൾ അടിക്കാൻ പറ്റുന്നൊന്നും എനിക്ക് തോന്നില്ല. സോ നിങ്ങൾ ഡിഫൻസിൽ ഫോക്കസ് ചെയ്യണം. റിക്വസ്റ്റ് ആണ്, അവരെ കൊണ്ട് ഗോൾ അടുപ്പിക്കാതിരിക്കെങ്കിലും ചെയ്യടാ. ശരിയെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഗ്രൗണ്ടിലേക്ക് ഇറങ്ങിയത്. വെറും 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ദേ ഒരു ഗോളും കൂടെ പോയി. ആകെ ഗതികെട്ടാണ് കോച്ചുള്ളത്. അപ്പൊ നോക്കുമ്പോ ദേ വരുന്നു മാസായിട്ട് നമ്മുടെ സിയോള്. അതൊരു ഇന്റർനാഷണൽ ഗെറ്റപ്പില്. കോച്ച് നിങ്ങളല്ലേ പറഞ്ഞ ഞാൻ എപ്പോഴും ടീമിലുണ്ടായിരിക്കുന്നു. സോ എന്നെ ക്യാപ്റ്റൻ ആക്കിക്കോ. 3rd ഡിവിഷനിലേക്കുള്ള പ്രൊമോഷൻ ഞാൻ തന്നെ വാങ്ങിത്തരാം. നിങ്ങൾ കണ്ടോ? മാച്ച് കാണാനായിട്ട് ജിയോമി യൂനോ എല്ലാവരും വന്നിട്ടുണ്ട്. സിയോൾ ഇറങ്ങി. ഇപ്പൊ ഓരോ 5 മിനിറ്റിലും ഓരോ ഗോൾ വെച്ചാണ് ചെക്ക സ്കോർ ചെയ്തോണ്ടിരിക്കുന്നത്. സ്ട്രൈക്കർ, ഡിഫൻഡർ എന്ന പൊസിഷനിൽ അവൻ പുലിയാണ്. സെയിം പോലെ തന്നെ മാച്ചിൽ ഒട്ടും തന്നെ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ അവന് പറ്റില്ല. സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് ടീം മെമ്പേഴ്സ് എല്ലാം ഓടി വരുമ്പോ അവനാണെങ്കിൽ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടും. ഫോക്കസ് ചെയ്യണം. അവൻ നന്നായിട്ടാണ് ഗെയിം കളിച്ചോണ്ടിരുന്നത്. പക്ഷെ മാച്ച് തീരാൻ 10 മിനിറ്റ് ഉള്ളപ്പോ എതിർ ടീം സിയോളിനെ മാത്രം ബ്ലോക്ക് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. എങ്ങനെ ട്രിബിൾ ചെയ്താലും അറ്റാക്കാണ്. അവനെ സ്കോർ ചെയ്യാൻ പോലും സമ്മതിക്കാതെ 5 ഡിഫൻഡേഴ്സ് ആണ് അവനെ ട്രാക്ക് ചെയ്തോണ്ടിരിക്കുന്നത്. സെക്കൻഡ് ഗ്രൗണ്ടിൽ ഇങ്ങനെ തട്ടിമറിഞ്ഞ് വീഴുമ്പോ യോൻഹോയ്ക്ക് സഹിക്കോ, സിയോൾ നീ വേഗം ചെന്ന് തകർത്തിട്ട് വാന്നൊക്കെ അലറി പറയും. അങ്ങനെ തുടരെ ഫൗൾ കാണിച്ചപ്പോ റെഫറി നോട്ട് ചെയ്തു. ഓപ്പോസിറ്റ് പ്ലെയറിന് റെഡ് കാർഡും ഇവർക്കൊരു പെനാൽറ്റിയും. ആ ഷൂട്ട് ഔട്ട് എങ്ങനെ മിസ്സാവണേ? ചിക്കൻ 4-4 എന്ന സ്കോറിലെ സ്റ്റാർ ആയി. ഒരു ഷമാന്റെ പവേഴ്സ് എല്ലാം കൂട്ടാൻ വേണ്ടി ജംഗ് കൊന്ന എല്ലാവരുടെ ആത്മാക്കൾ അവന്റെ കൂടെ തന്നെയുണ്ട്. അവന്റെ നാശം ആഗ്രഹിച്ചുകൊണ്ട് ഇപ്പൊ കാറ് ഡ്രൈവ് ചെയ്യുന്നതിന്റെ ഇടയിൽ എന്തോ ഹെൽത്ത് ഇഷ്യൂസ് വന്നവൻ ബ്ലഡ് വോമിറ്റ് ചെയ്തു. അപ്പോഴും അവന് ചുറ്റും ഒരുപാട് ആത്മാക്കളുണ്ട് ഇവന്റെ മരണം കാണാൻ വേണ്ടി മാത്രം. അവൻ അന്ന് കൊല്ലാൻ തുടങ്ങിയ ഒരു ഷമാൻ ഉണ്ടായിരുന്നില്ലേ, അവൾ അന്നേ പറഞ്ഞതാണ് നിനക്ക് എന്തോ ഒരു അസുഖമുണ്ട്, നിന്റെ കർമ്മബലം ഇതാണ്, അത് നിന്നെ ജീവിക്കാനോ മരിക്കാനോ ഒന്നിനും സമ്മതിക്കില്ല, നീ അനുഭവിച്ചേ തീരൂ. അവൻ അതിനൊക്കെ പുല്ല് വില കൊടുത്ത് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി വരുമ്പോ അവിടേക്ക് ലീ വരും. അവനെ തേടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇവന്റെ സഹായം ലീക്ക് ആവശ്യമുണ്ട്. ഇവിടെ കോച്ച് അത്രയും സന്തോഷത്തോടെ ഓടിയ ഡ്രസ്സിംഗ് റൂമിൽ വന്ന് നോക്കിയ അവിടെ എല്ലാവരും ശോകം. എന്താണ് നമ്മൾ വിന്നായില്ലേ? സിയോൾ എല്ലാവരും പൊട്ട ഗെയിം കളിച്ചെന്ന് പറഞ്ഞ എല്ലാവരും വാരി നിലത്തടിച്ചോണ്ടിരിക്കുകയാണ്. ഓരോരുത്തരുടെയും വീക്കായിട്ടുള്ള പോയിന്റ് എടുത്തെടുത്ത് പറഞ്ഞു. കോച്ചിന് പോലും അവന്റെ അടുത്ത് നിൽക്കാൻ ടെൻഷനായി പോയി. കാരണം ഫുട്ബോളിന്റെ കേസ് വന്ന അവൻ അത്രയും സീരിയസ് ആണ്. ഇപ്പൊ ഗെയിം എല്ലാം കഴിഞ്ഞ എന്റെ പേയ്മെന്റ് എത്രയാ, ഇയർലി ആണോ അതോ മന്ത്ലി ആണോ വീക്ക്ലി ആണോ എന്ന് ചോദിച്ചാ ഫ്രണ്ട്സ് ഒക്കെ ഒരുമാതിരി നോട്ടാണ്. മാസത്തിലാകെ നമുക്ക് 4 മാച്ചേ ഉള്ളൂ. അതിൽ ഫുള്ള് ജയിക്കുകയാണെങ്കിൽ മാത്രം എന്തേലും കിട്ടും, ജയിച്ചാ മാത്രം. അവനതൊക്കെ എങ്ങനെ അറിയാനാ? കാരണം അവന്റെ ലൈഫിലാണെങ്കിൽ മില്യൺസ് ഓഫ് ഡോളേഴ്സിനല്ലേ കോൺട്രാക്ട് നടത്തുന്നത്. ഈ ടീമിലുള്ള പലരും തന്നെ പാർട്ട് ടൈം ജോബൊക്കെ ഉള്ളതുകൊണ്ടാണ് ജീവിച്ചു പോകുന്നത്. അതുകൊണ്ട് അവർക്ക് കംപ്ലീറ്റ് ആയിട്ട് ട്രെയിനിങ് ഒന്നും എടുക്കാൻ പറ്റില്ല. അതിന്റെ റിസൾട്ടാണ് ഫുട്ബോൾ ഇത്ര വീക്കായി കളിക്കുന്നത്. അതൊക്കെ ആലോചിച്ച് ഇവന് കുറച്ച് സാഡായതുകൊണ്ട് തന്നെ നമ്മുടെ യൂണോയുടെ കാര്യമൊക്കെ അവൻ മറന്നേ പോയി. അവള് വന്ന് നോട്ട് ചെയ്യും ഇവൻ ഇത്ര സാഡായിട്ടിരിക്കുന്നത് കണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇപ്പൊ ആകെ ഒരു പ്രശ്നം മാത്രമേ അവന്റെ മുന്നിലുള്ളൂ, പൈസയുടെ പ്രശ്നം. അതാണ് അവൻ അലട്ടുന്നത്. അതിനിടയ്ക്ക് ഇന്നലെ യൂണോയുടെ കൂടെ ഡേറ്റിങ്ങിനും പോകാൻ സമ്മതിച്ചല്ലോ. ഇനി എന്ത് ചെയ്യുന്ന ആലോചിക്കുമ്പോ ഈ ഫ്രണ്ട് വരും. അവൻ അത്യാവശ്യം റിച്ച് ആണ്. ഇവരുടെ ടീമിൽ ആകെ റിച്ച് ഉള്ളത് ഇവൻ മാത്രമാണ്. സോ അവന്റെ ഇത് കുറച്ച് പൈസ കടം വാങ്ങി ഡേറ്റിങ്ങിന് പോവാണ് രണ്ടുപേരും. അവള് പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് ഒരുങ്ങി വരുമ്പോ 1 സെക്കൻഡ് അവനിങ്ങനെ സ്റ്റണ്ണായിട്ട് നോക്കി നിൽക്കും. ഫസ്റ്റ് സ്പോട്ട് നംസൻ ആണ്. ലവേഴ്സ് എല്ലാവരും അവരുടെ പേരെഴുതിയ ഒരു ലോക്ക് അവിടെ പൂട്ടിയിടാറുണ്ട്. അത് കണ്ടപ്പോ തൊട്ട് തുടങ്ങിയതാണ്. അവൾക്ക് അവരുടെ രണ്ടുപേരുടെയും പേരെഴുതി അവിടെ വെക്കണം. ഇപ്പൊ നോക്കുമ്പോ എല്ലാവരും എന്തെങ്കിലും ഒരു വിഷയം കൂടെ ചേർത്താണ് എഴുതിയിരിക്കുന്നത്. അവളും ആഗ്രഹിച്ചു നമ്മളായിട്ട് തന്നെ മാറണം, തിരിച്ചു വരണം. സിയോൾ ആണെങ്കിൽ എല്ലാത്തിനും അവളുടെ കൂടെ ഉണ്ട്, എല്ലാം നോക്കി നിന്ന് കാണും. നെക്സ്റ്റ് ആണെങ്കിൽ ഡിന്നർ നൈറ്റ് ആണ്. സിയോള് ഫുഡ് എല്ലാം അവൾക്ക് വേണ്ടി കട്ട് ചെയ്ത് കൊടുക്കുമ്പോ അവള് ഭയങ്കര പ്രിറ്റിയായിട്ട് അവനെ നോക്കും. എന്താ റൊമാൻസ് ആണോ? അങ്ങനെയൊന്നുമല്ല, ഇത് അവൻ എല്ലാവരോടും ചെയ്യുന്ന വേറൊരു മാനേഴ്സ് മാത്രമാണെന്ന് പറഞ്ഞു കൊടുക്കും. നിന്റെ മനസ്സിൽ എന്തെങ്കിലും ഡേറ്റിംഗ് ഐഡിയാസ് ഉണ്ടോ? നിനക്ക് അങ്ങനെ വേണം ഇങ്ങനെ വേണം എന്നൊക്കെ. ആക്ച്വലി അവന് വേണ്ടത് തിരക്കിനിടയിലും ഫേസ് ഒന്നും മറക്കാതെ നല്ല സ്ട്രോങ് ആയിട്ട് ഗട്ട്സ് ആയിട്ട് അവന്റെ പെണ്ണിന്റെ കൈ പിടിച്ചോണ്ട് നടക്കണം. കാരണം അവന്റെ അഡൽട്ട് ഏജ് മൊത്തം അവനൊരു സെലിബ്രിറ്റി ആയിട്ട് മാറിയില്ല. സോ അങ്ങനത്തെ പ്രൈവസി ഒന്നും അവന്റെ ലൈഫിൽ ഇതുവരെ കിട്ടിയിട്ടില്ല. സെലിബ്രിറ്റി ആയി കഴിഞ്ഞാൽ ഇത്തരം ചെറിയ കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര വില കൊടുക്കേണ്ടി വരും. ഇവിടെ സിയോക്കാണെങ്കിൽ വീട്ടിലേക്ക് വരുമ്പോ കണ്ട കാഴ്ച അവന്റെ അച്ഛനാണെങ്കിൽ ബോധമില്ലാതെ മയങ്ങിയതേ താഴെ വീണ് കിടക്കുന്നു. എന്താ സംഭവം എന്നറിയാതെ ഇവന് ഓടിച്ചെന്ന് നോക്കിയ തൊട്ടടുത്തായിട്ട് ലീ ഉണ്ട്, ജങ് ഉണ്ട്.
ജങ്ങാണി അവന്റെ സ്വന്തം വീട് പോലെയാണ് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അവനാണെങ്കിൽ ടെൻസ്ഡ് ആയിട്ട് എന്താ നിങ്ങൾക്ക് വേണ്ടേന്ന് ചോദിച്ചാ പ്രത്യേകിച്ചൊന്നും വേണ്ട, നയൻ ടൈൽഡ് ഫോക്സ് നിന്റെ മെമ്മറീസ് മറിച്ചില്ലേ, അതെന്താന്ന് ഞങ്ങൾക്ക് അറിഞ്ഞാ മതി. ജങ് ഒരു ഷമാനാണ്, അവന് ചില പവേഴ്സ് എല്ലാം ഉണ്ടല്ലോ. സോ സിയോക്കിന്റെ മെമ്മറീസ് പുറത്തു കൊണ്ടുവരാൻ നോക്കുകയാണ്. ജിയോം ചെയ്ത സ്പെല്ലിനെതിരായിട്ട് ഇവൻ ചില മന്ത്രങ്ങളെല്ലാം പ്രയോഗിക്കുമ്പോ പെയിൻ മൊത്തം അനുഭവിക്കുന്നത് സിയോക്കാണ്. തലയൊക്കെ വെട്ടിപ്പൊളിയുന്നത് പോലെ. പക്ഷെ ആ ഒരു ഓർമ്മ തിരിച്ചു കിട്ടി. നയൻ ടൈൽഡ് ഫോക്സ് ഇപ്പൊ വെറും ഒരു സാധാരണ ഹ്യൂമൻ ആണ്. അവൾക്ക് പവേഴ്സ് ഒന്നും ഇല്ലെന്നുള്ള കാര്യം ഇവരും അറിഞ്ഞു. എവിടാണെങ്കിലോ സിയോക്കും യോനോയും കൂടെ ഫുഡെല്ലാം കഴിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോ അവൾ അവൾക്കടെ കൈ നീട്ടും. എന്റെ കൈ പിടിച്ച് നീ ആഗ്രഹിച്ചതല്ലേ ഇങ്ങനെ ഒരു ഡേറ്റ്, എനിക്ക് ഈ കാര്യങ്ങളൊക്കെ ഒരു 10,000 വർഷത്തോളം ഓർത്തിരിക്കാൻ പറ്റും. അപ്പൊ ഞാനോന്ന് അവൻ ചോദിച്ചാ നയൻ ടൈൽഡ് ഫോക്സ് ആയ ഇതൊക്കെ അവൾ അവന്റെ ഓർമ്മയിൽ നിന്ന് മാച്ചു കളയും. അവന്റെ ലൈഫിലേക്ക് ഇനോ വന്നതിന്റെ ഒരു ഓർമ്മ പോലും അവളിൽ ഉണ്ടായിരിക്കില്ല. അത് ആലോചിക്കുമ്പോ തന്നെ അവന് വിഷമാവും. പക്ഷെ അതിനൊരു റീസൺ ഉണ്ട്. എനിക്കിതൊക്കെ ഒരു തമാശ അത്രേ ഉള്ളൂ. പക്ഷെ നീ ഒരു ഹ്യൂമൻ ആണ്, നിനക്ക് ഒത്തിരി ഇമോഷൻസ് ഉണ്ടാവും. ഞാൻ കൂടെയുള്ള ഓരോ നിമിഷവും നിന്നെ ഹോണ്ട് ചെയ്തോണ്ടിരിക്കും. നിനക്ക് വേദനകൾ മാത്രമേ സമ്മാനിക്കൂ. അത് എത്ര തന്നെ പെയിൻഫുൾ ആണെങ്കിലും അവൻ ഏറ്റെടുക്കാൻ തയ്യാറാണ്. ഫൈനൽ ഗിഫ്റ്റ് ആയിട്ട് നീ എനിക്ക് അത് മാത്രം തന്നാ മതി എന്നാണ് അവൻ പറഞ്ഞത്. ഈ നിമിഷങ്ങളൊക്കെ എനിക്ക് അത്രയും പ്രിയപ്പെട്ടതാണ്, എന്നും എന്റെ കൂടെ തന്നെ ഉണ്ടാവണമെന്ന് പറഞ്ഞ അവളുടെ കൈ പിടിച്ച് വലിക്കും, അടുത്തേക്ക് വലിച്ചു നീക്കിയിടും. ആ ഒരു ഷോക്കിൽ അവൾ ഇങ്ങനെ പാനിക്കായിട്ട് നിൽക്കുന്ന ടൈമിലാണ് അവന്റെ ഫസ്റ്റ് കിസ് കൊടുക്കുന്നത്. സോ ഇങ്ങനെ ഒരു സീൻ കാണിച്ചാണ് ഈ ഒരു എപ്പിസോഡ് ഉണ്ടാവുന്നത്.